എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാലും നന്നായിരിക്കും. സാധാരണയായി നമുക്കൊരു ഫംഗ്ഷൻ വരുമ്പോൾ നാം തുണിക്കടകളിൽ പോയി ആ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങും. മുൻകാലങ്ങളിൽ ആ ഡ്രസ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ല രീതിയിൽ സൂക്ഷിച്ച് വൃത്തിയാക്കി വെടിപ്പാക്കി വെച്ച് മറ്റൊരു ഫംഗ്ഷനിലേക്ക് അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോഴും അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതിരിക്കും. അതിനുള്ള എല്ലാ ബോഡികൾ കംഫോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അതിൻ്റെ പുതുമയെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നവർ കുറച്ച് ആൾക്കാരുണ്ട്. എന്നാൽ അതിൽ കൂടുതലും ആൾക്കാരും ആ യൂസ് ആൻഡ് ത്രോ പരിപാടിയാണ്. കാരണം ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ അത് അപ്പം തന്നെ ഉപേക്ഷിക്കും, അടുത്ത ഫംഗ്ഷന് മറ്റൊന്നിലേക്ക് അവർ മാറും. ഇതിനെ യൂസ് ആൻഡ് ത്രോ എന്ന് പറയും. പക്ഷേ ഇതേ യൂസ് ആൻഡ് ത്രോയാണ് ഇന്ന് 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രതിഭാസം. അത് മറ്റൊന്നുമല്ല, സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും അവർ ഇപ്പോൾ ഒരു യൂസ് ആൻഡ് ത്രോ പ്രോഡക്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. വീട്ടുകാരുടെ സമ്മതമോ അറിവോ അനുഗ്രഹമോ ഇല്ലാതെ പരസ്പരം ജോലി സ്ഥലത്തും ഒന്നിച്ച് വർക്ക് ചെയ്തൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹത്തിന് ശേഷം ചെയ്യുന്ന എല്ലാ ക്രിയകളും വിവാഹത്തിന് മുമ്പേ ചെയ്ത് അതിൻ്റെ ആസ്വാദ്യത്തിന് ശേഷം ആരുടെയും ഒരാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വിവാഹിതരാകുന്നു. ഈ വിവാഹിതരാകുന്നവരിൽ ഒരു ചിലർ ചെറിയ പരസ്പര ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് കുഞ്ഞു വഴക്കുകളുമായി അത് അവസാനം വളർന്ന് വലുതായി അവസാനം ചെന്നെത്തുന്നത് വിവാഹമോചനത്തിലാണ്. കാരണം ഇവർക്ക് ഈ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള സ്നേഹമോ ബന്ധങ്ങളോ വിവാഹമൊന്നും ആയിരിക്കില്ല. ഒരു സുപ്രഭാതത്തിൽ കാണുന്നു, അടുത്ത ചെയറിലിരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഡെയിലി കാണുന്നവരായിരിക്കാം, അങ്ങനെ, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കണ്ടവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് കൊടുത്തവരായിരിക്കാം, അങ്ങനെ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ വെച്ച് പരിചയപ്പെട്ടവരായിരിക്കാം, അങ്ങനെ പല സന്ദർഭങ്ങളിലും. എനിവേ, അത് ഡീറ്റെയിലായിട്ട് പോകണ്ട. എന്നാൽ യാതൊരു പ്രകോപനവും വിട്ടുവീഴ്ചയുമില്ലാതെ ഈ കൂട്ടർ അവസാനം ചെന്നെത്തുന്നത് കോടതി വരാന്തകളിലാണ് വിവാഹമോചനത്തിനായി. എന്നാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു വലിയൊരു സംഭവം, അതായത് ഒരു മണിക്കൂറിൽ കേരളത്തിൽ സംഭവിക്കുന്നത് 5 വിവാഹമോചന കേസുകളാണ്. അതായത് 5 വിവാഹമോചന കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരാശരി 40 വിവാഹമോചന കേസുകൾ ഒരു ദിവസം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നു. ഒന്ന് ഓർക്കുക, 40 വിവാഹമോചന കേസുകൾ ഒരു മണിക്കൂറിൽ നടക്കുമ്പോൾ ജസ്റ്റ് ഇമാജിൻ ഒരു വർഷം എത്ര വിവാഹമോചന കേസുകളാണ് നടക്കുന്നത്. അത് ഏതാണ്ട് 10,000 കഴിയും. ഇതിന്നിപ്പോൾ നടക്കുകയാണ്. ഇതിൻ്റെ ഇപ്പോൾ ആവറേജ് ഒന്നുകൂടെ കൂടാനേ സാധ്യതയുള്ളൂ, ഇത് കുറയാൻ സാധ്യതയില്ല. ഇങ്ങനെ ജീവിതത്തെ ഹോമിക്കപ്പെടുന്നത് ആയിരക്കണക്കിന് ആൾക്കാരാണ്. ഇതിൽ സ്ത്രീയുടെ പിഴവായിരിക്കാം, അല്ലെങ്കിൽ പുരുഷൻ്റെ പിഴവായിരിക്കാം. ഇതിലേറ്റവും കൂടുതൽ സംഭവിക്കുന്നത് വിവാഹത്തിന് മുൻപ് തന്നെ വിവാഹശേഷം ഉണ്ടാകേണ്ട ശാരീരിക ബന്ധങ്ങൾ അതിനു മുമ്പേ ഇവർ എല്ലാം അനുഭവിച്ച് കഴിയുമ്പോൾ അതിനോടുള്ള ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും അങ്ങ് തീരുന്നു. ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. പിന്നെ അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും പിന്നെ മറ്റൊരു മനുഷ്യനിലേക്കായിരിക്കും ഇവരുടെ കോൺസെൻട്രേഷൻ പോവുക. ഇതിലേതാണ്ട് കേരളത്തിനെ സംബന്ധിച്ച് ഏതാണ്ട് ഈ 5% ആൾക്കാരല്ല, ഏതാണ്ട് കൂടുതലും ഇങ്ങനെയാണ്. ഇത് രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നിന്നും കിട്ടിയ കണക്കാണ്. ഒരു മണിക്കൂർ 5 വിവാഹമോചന കേസ്. എന്നാൽ
ഇതില്ലാത്തുള്ള എത്രയോ കേസുകളുണ്ട്, അത് റെക്കോർഡിലില്ല. അത് പിരിഞ്ഞ് അവർ രണ്ട് ഭാഗത്തായിട്ട് അങ്ങ് ജീവിക്കുന്നു. പിന്നെ അവർ വിവാഹമോചനത്തിന് ഒന്നിനും പോയില്ല, അവരുടെ ജീവിതം അങ്ങനെ അങ്ങ് പോകുന്നു. ഈ ഒരു പ്രക്രിയ അഭിമാനകരം, ഒരു വളരെ വളരെ മോശമായുള്ളൊരു പ്രവണതയാണ് കേരളീയരായ നമുക്ക് കാണേണ്ടി വരുന്നത്, കേൾക്കേണ്ടി വരുന്നത്. ഇനിയെങ്കിലും വിവാഹം കഴിക്കുന്നവർ ചിന്തിക്കുക, വിവാഹം നിങ്ങൾ നിശ്ചയിച്ച് നിങ്ങളുടെ മാതാപിതാക്കളുടെ മുന്നിൽ പോയി പറഞ്ഞു, എനിക്കൊരാളെ സ്നേഹമുണ്ട്, ഞങ്ങൾ വിവാഹം കഴിപ്പിച്ച് തരണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ യാതൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. അവർ അറിയാതെ അവരതിന് സമ്മതം മൂളുന്നു, മനസ്സുകൊണ്ടല്ല. അവരുടെ ഒരു അനുഗ്രഹം മനസ്സ് നിങ്ങൾക്ക് തരാനും പറ്റില്ല. അങ്ങനെയുള്ള ഈ അനുഗ്രഹം വരെ കിട്ടാതെ നടക്കുന്ന വിവാഹത്തിലാണ് ഈ ഏറ്റവും കൂടുതൽ പാളിച്ചകൾ സംഭവിക്കുന്നത്. ഞാൻ എല്ലാവരോടും ഒന്ന് റിക്വസ്റ്റ്, ഒന്ന് വിവാഹിതർ അല്ലാത്തവരോട് ഒന്ന് പറയുന്നു, നിങ്ങൾ ഒരിക്കലും പരസ്പരം ശാരീരിക ബന്ധങ്ങൾ നടത്തിയവരാണെങ്കിൽ ഒരിക്കലും അവരുമായിട്ടുള്ളൊരു വിവാഹ ബന്ധം നിങ്ങൾ നടത്തരുത്. അതിന് നിലനിൽപ്പുണ്ടാവില്ല. കാരണം അവിടെ നിങ്ങൾക്ക് പല സംശയങ്ങൾക്കും പലതിനും കാരണമാകും. കുഞ്ഞു സംശയം മതി, അത് വലുതായിട്ട് അവസാനം വിവാഹമോചനത്തിൽ ചെന്ന് നിൽക്കും. ഇതിനെയാണ് യൂസ് ആൻഡ് ത്രൂ എന്ന് പറയേണ്ടി വരുന്നത്. വളരെ കഷ്ടമായിട്ടുള്ള, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ജോലിയാക്കി അവസാനം മാതാപിതാക്കളുടെ മുന്നിൽ ചെന്ന് എനിക്ക് ഇന്നാളെ കല്യാണം കഴിപ്പിച്ചാൽ ഞങ്ങൾ ഇഷ്ടമാണെന്ന് പറയുന്ന ആ ഒരു സാഹചര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരൻസിൻ്റെ മനസ്സിലുണ്ടാകുന്ന വേദനയെക്കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കാറില്ല. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. ഇത് കൂടുതലും ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാകുന്നത് വീട്ടിൽ നിന്നും അകലങ്ങളിൽ പണി ചെയ്യുന്ന കുട്ടികളാണ്. പെൺകുട്ടികളായിരുന്ന ആൺകുട്ടികളുമാണ് ഇങ്ങനെയുള്ള ഈ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് ഒരു വീട്ടുകാരുടെ മറ്റൊരു ബന്ധുജനങ്ങളെ അനുഗ്രഹാശീസുകളൊന്നല്ല അങ്ങോട്ട് വിവാഹിതരാകാൻ ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്യുന്നത്. ഇതിൽ സക്സസ്ഫുൾ ആകുന്നത് വളരെ വളരെ കുറച്ച ഒരു പെർസെൻറ്റേജ് മാത്രമായിരിക്കും. അതല്ലാത്തവരെല്ലാം അവസാനം ശരണം പ്രാപിച്ചത് കോടതി വരാന്തകളിലാണ്. അതുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമ്മൾ ജീവിക്കണം. നമുക്ക് കുഞ്ഞുങ്ങളും കുടുംബമായി നമ്മുടെ പേരൻസിൻ്റെ അനുഗ്രഹം ഒക്കെ ആയി ജീവിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം ഉണ്ട്. ഈ സമൂഹത്തിൽ ഓരോന്നും ഓരോ സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് ഇതിന് നല്ലൊരു കെട്ടുറപ്പുണ്ടാകാൻ വേണ്ടിയാണ്. മുൻകാലങ്ങളിൽ ആരെങ്കിലും പരിചയമുള്ളവർ അവരെ അന്വേഷിച്ച് വളരെ അതിൻ്റെ എല്ലാ വിവരങ്ങളും എടുത്തതിന് ശേഷം ഒരു വിവാഹത്തിൽ ആൾക്കാർ രണ്ട് വീട്ടുകാരെ സമ്മതം മൂടുന്നത്. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഒരു ജസ്റ്റ് ആശുവിലേക്ക് നമ്മളൊരു സാധനം വാങ്ങി, ഇത് വസ്ത്രം വാങ്ങി മാറുന്നത് പോലെ സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകാതിരിക്കുക, കഴിയുന്നതും ശ്രദ്ധിക്കുക. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് നല്ല രീതിയിൽ നടക്കുന്ന രീതിയിലായിരിക്കണം. നിങ്ങളും ഈ മണിക്കൂറിൽ 5 ഒരു വിവാഹമോചനം ആകുന്ന ആ കാറ്റഗറിയിൽ പെടാതിരിക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒന്ന് അറിയിക്കുക, ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK കുമ്പക്കാരൻ. താങ്ക് യു.